പച്ചപ്പ് നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അസ്മയുടെ വീട്. ആ നാട്ടിലെ ഏറ്റവും വിനയമുള്ള മനുഷ്യനാണ് അവളുടെ വാപ്പ അബ്ദുള്ള. ഒരു ടാക്സി ഡ്രൈവറായ അദ്ദേഹം അതിരാവിലെ വണ്ടിയുമായി ഇറങ്ങും. രാത്രി വൈകിയാണ് തിരിച്ചെത്തുക. അസ്മയുടെ ഉമ്മ ഫാത്തിമ ഒരു തികഞ്ഞ വീട്ടമ്മയാണ്. വിവാഹം കഴിഞ്ഞ് നീണ്ട 7 വർഷത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ശേഷമാണ് അവർക്ക് അസ്മ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ആ വീടിന്റെ ഐശ്വര്യവും ജീവനും അസ്മയാണ്. അബ്ദുള്ള തന്റെ മകളെ വളർത്തിയത് കരുതലോടെയാണ്. അവൾക്കൊരു ചെറിയ വിഷമം വന്നാൽ പോലും ആ പിതാവിന്റെ ഉള്ളം തകരും. തന്റെ മിച്ചമായ വരുമാനത്തിലും മകൾക്ക് ഏറ്റവും നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും നൽകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അസ്മ വളർന്ന് നല്ലൊരു സുന്ദരി കുട്ടിയായി മാറി. നീളമുള്ള മുടിയും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള അവൾ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളായി. തന്റെ 21ാം വയസ്സിൽ അവൾ ഡിഗ്രി പൂർത്തിയാക്കി വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് അവളുടെ ജീവിതത്തിലേക്ക് സുഫിയാൻ കടന്നു വരുന്നത്. സുഫിയാൻ അതേ ഗ്രാമത്തിലെ തന്നെ ഒരു തറവാട് കുടുംബത്തിലെ അംഗമാണ്. അവൻ നഗരത്തിലെ ഒരു വലിയ ഫാക്ടറിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ്. വൈകുന്നേരങ്ങളിൽ പാടവരമ്പിലൂടെ അസ്മ നടക്കാൻ പോകുമ്പോൾ സുഫിയാൻ അവളെ കാണാൻ ചെല്ലും. ആ സംസാരങ്ങൾ പതുക്കെ പ്രണയമായി മാറി. സുഫിയാൻ കാണാൻ സുന്ദരനും നല്ല സ്വഭാവക്കാരനുമാണെന്ന് അസ്മ വിശ്വസിച്ചു. എങ്കിലും സുഫിയാന്റെ കുടുംബ പശ്ചാത്തലം അല്പം സങ്കീർണമായിരുന്നു. അവന്റെ ഉമ്മ സെറീന ബീഗം വളരെ കർക്കശക്കാരിയായ ഒരു സ്ത്രീയാണ്. തന്റെ മകനെ കൊണ്ട് സ്വന്തം സഹോദരന്റെ മകളെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു അവരുടെ വലിയ ആഗ്രഹം. എന്നാൽ സുഫിയാൻ അസ്മയെ കണ്ടുമുട്ടിയതോടെ ആ തീരുമാനം മാറ്റാൻ അവൻ ഉമ്മയോട് ആവശ്യപ്പെട്ടു. അസ്മയല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് സുഫിയാൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സെറീന ബീഗത്തിന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ ആ സമ്മതത്തിന് പിന്നിൽ ഒരു വലിയ കറുത്ത നിഴൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസം സുഫിയാന്റെ ഉമ്മയും സഹോദരിമാരും അസ്മയുടെ വീട്ടിൽ ആലോചനയുമായി എത്തി. അവരുടെ പെരുമാറ്റത്തിൽ എവിടെയോ എന്തോ ഒരു കുഴപ്പം അസ്മയുടെ വാപ്പ അബ്ദുള്ളക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം തന്റെ മകളോട് ചോദിച്ചു, മോളെ, ഈ ആലോചന നിനക്ക് സമ്മതമാണോ? അവരുടെ ഉമ്മയുടെ സംസാരത്തിൽ എനിക്കത്ര തൃപ്തി തോന്നുന്നില്ല. നിനക്കാ പയ്യനെ ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാം. അസ്മ തലയാട്ടി. സുഫിയാന്റെ സ്നേഹത്തിൽ അവൾക്ക് അത്രമേൽ വിശ്വാസമുണ്ടായിരുന്നു. മകളുടെ സന്തോഷമാണ് വലുതെന്ന് കരുതിയ അബ്ദുള്ള ആ വിവാഹത്തിന് സമ്മതം മൂളി. വിവാഹ നിശ്ചയം ലളിതമായി നടന്നു. കല്യാണത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ അസ്മയുടെ വീട് സന്തോഷത്താൽ നിറഞ്ഞു. എങ്കിലും തന്റെ പ്രിയപ്പെട്ട വാപ്പയെയും ഉമ്മയെയും വിട്ടുപോകേണ്ടി വരുമല്ലോ എന്ന സങ്കടം അവളുടെ ഉള്ളിൽ നീറി നിന്നു. അബ്ദുള്ള മകൾക്കായി തന്റെ സമ്പാദ്യങ്ങളെല്ലാം ചേർത്ത് സ്വർണ്ണ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങി. എന്റെ മോൾ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറുന്നത് അന്തസ്സോടെ ആയിരിക്കണം എന്ന് അദ്ദേഹം എപ്പോഴും പറയും. കല്യാണ തലേന്ന് അസ്മയുടെ കൈകളിൽ മൈലാഞ്ചി ഇട്ടു. കൂട്ടുകാരികൾ പാട്ടുപാടിയും തമാശകൾ പറഞ്ഞും അവളെ സന്തോഷിപ്പിച്ചു. എന്നാൽ സെറീന ബീഗത്തിന്റെ മനസ്സിൽ അസ്മയെ തകർക്കാനുള്ള ആദ്യത്തെ വിത്ത് അപ്പോഴേക്കും മുളച്ചു കഴിഞ്ഞിരുന്നു. തന്റെ മകനെ തന്നിൽ നിന്ന് തട്ടിയെടുത്ത പെണ്ണായിട്ടാണ് അവർ അസ്മയെ കണ്ടത്. ഗ്രാമത്തിലെ പള്ളിയിൽ വെച്ച് വിവാഹം കഴിഞ്ഞു. നിക്കാഹിന് ശേഷം അസ്മയെ യാത്രയാക്കുമ്പോൾ അബ്ദുള്ളയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്റെ ഹൃദയത്തിലെ കഷ്ണത്തെ മറ്റൊരു വീട്ടിലേക്ക് വിടുമ്പോൾ ആ പിതാവിന്റെ ഹൃദയം വിങ്ങുകയായിരുന്നു. സുഫിയാന്റെ കൈ പിടിച്ച് കാറിലേക്ക് കയറുമ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്കാണ് താൻ ചെല്ലുന്നതെന്ന് അസ്മ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പുതിയ പ്രതീക്ഷകളുമായാണ് അസ്മ സുഫിയാന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയത്. എന്നാൽ ആ വീട്ടിലെ അന്തരീക്ഷം അവൾ വിചാരിച്ചതിലും എത്രയോ തണുപ്പുള്ളതായിരുന്നു. വീടിന്റെ ഉമ്മറത്ത് തന്നെ സെറീന ബീഗവും സുഫിയാന്റെ സഹോദരിമാരായ റുബീനയും നസ്രിനും നിൽപ്പുണ്ട്. ഒരു നവവധുവിനെ സ്വീകരിക്കേണ്ട യാതൊരു സന്തോഷവും അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല. പകരം വെറുപ്പും പുച്ഛവും കലർന്ന നോട്ടമായിരുന്നു അവർ അസ്മക്ക് നൽകിയത്. മൂത്ത സഹോദരി റുബീന മുന്നോട്ട് വന്ന് അസ്മയുടെ കൈകൾ പിടിച്ച് അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു സലാം പറയുകയോ കുശലാന്വേഷണം നടത്തുകയോ ചെയ്യാതെ അവൾ അസ്മയെ മുറിയിലാക്കി പുറത്തേക്ക് പോയി. താൻ സ്നേഹിച്ച സുഫിയാന്റെ വീട് ഇതാണോ എന്ന് അസ്മ അത്ഭുതപ്പെട്ടു. സുഫിയാൻ തന്റെ സുഹൃത്തുക്കളുടെ കൂടെ പുറത്തു പോയതായിരുന്നു. 2 മണിക്കൂറോളം അവൾ ആ മുറിയിൽ തനിച്ചിരുന്നു. രാത്രി 10 മണിയായിട്ടും ആരും അവളെ ഭക്ഷണത്തിനായി വിളിക്കുകയോ വെള്ളം ചോദിക്കുകയോ ചെയ്തില്ല. അർദ്ധരാത്രി ആയപ്പോൾ സുഫിയാൻ മുറിയിലെത്തി. അസ്മയുടെ സങ്കടം കണ്ട അവൻ അവളെ ആശ്വസിപ്പിച്ചു. അസ്മ, ഉമ്മയും പെങ്ങന്മാരും പാവങ്ങളാണ്. അവർക്ക് നിന്നെ ശീലമായി വരുന്നതേയുള്ളൂ. നീ അതൊന്നും കാര്യമാക്കേണ്ട എന്ന് പറഞ്ഞ് അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണ മോതിരമെടുത്ത് അവളുടെ വിരലിൽ അണിയിച്ചു. ഇത് നിനക്കുള്ള എന്റെ സമ്മാനമാണ് എന്നവൻ പറഞ്ഞപ്പോൾ അസ്മയുടെ ഉള്ളിലെ ഭയം അല്പം മാറി. സുഫിയാന്റെ സ്നേഹമുണ്ടെങ്കിൽ തനിക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. പിറ്റേന്ന് പുലർച്ചെ സുഫിയാൻ ജോലിക്ക് പോയി. അവൻ പടിയിറങ്ങിയതും സെറീന ബീഗത്തിന്റെ ഭാവം മാറി. അസ്മ അല്പം വൈകിയാണ് ഉറക്കമെഴുന്നേറ്റത്. ഉടനെ തന്നെ റുബീന മുറിയിലേക്ക് ഇടിച്ചു കയറി. എടി അസ്മ, നീ ഇവിടെ സുഖിക്കാനാണ് വന്നത്? നേരം എത്രയായെന്ന് നോക്ക്. വേഗം എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ പണിയെടുക്ക് എന്നവർ ആക്രോശിച്ചു. അസ്മ ഭയന്നു പോയി. അവൾ
അവൾ വേഗം വസ്ത്രം മാറി അടുക്കളയിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച അവളെ അമ്പരപ്പിച്ചു. തലേ ദിവസത്തെ പാത്രങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും അടുക്കളയിൽ കുന്നുകൂടി കിടക്കുന്നു. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഉച്ചക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം. ഇവിടെ വെറുതെ ഇരുന്ന് തിന്നാൻ ആരെയും സമ്മതിക്കില്ല, സെറീന ബീഗം കടുപ്പത്തിൽ പറഞ്ഞു. അസ്മ ഒന്നും മിണ്ടാതെ ജോലിയിൽ മുഴുകി. തന്റെ വീട്ടിൽ ഒരു പൂവിനെ പോലെ വളർന്നവളാണ് അവൾ. ഇവിടെ ഒരു വീട്ടുജോലിക്കാരിയേക്കാൾ മോശമായാണ് അവർ അവളോട് പെരുമാറുന്നത്. പാത്രം കഴുകിയും തറ തുടച്ചും അവൾ തളർന്നു. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ അവൾക്ക് നൽകിയത് പഴയ ചോറും ബാക്കി വന്ന കറിയുമാണ്. വൈകുന്നേരം സുഫിയാൻ തിരിച്ചെത്തിയപ്പോൾ അസ്മ വളരെ ക്ഷീണിതയായിരുന്നു. പക്ഷേ സെറീന ബീഗം സുഫിയാന്റെ അടുത്ത് ചെന്ന് മറ്റൊരു കഥയാണ് പറഞ്ഞത്. മോനെ, നിന്റെ ഭാര്യക്ക് ഒരു പണിയും അറിയില്ല. അവൾ ദിവസം മുഴുവൻ ഉറക്കമാണ്. ഞാനാണ് കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തത് എന്നവർ കള്ളം പറഞ്ഞു. സുഫിയാൻ ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. അവൻ അസ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചു, അസ്മ, നീ എന്തിനാണ് ഉമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത്? നിനക്ക് വീട്ടിലെ കാര്യങ്ങളൊന്ന് സഹായിച്ചുകൂടെ? അസ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. സുഫിയാൻ, ഞാൻ രാവിലെ മുതൽ പണിയെടുക്കുകയാണ്. ഉമ്മ പറയുന്നത് കള്ളമാണ് എന്നവൾ പറയാൻ തുടങ്ങിയതും സുഫിയാൻ ദേഷ്യപ്പെട്ടു. എന്റെ ഉമ്മ കള്ളം പറയില്ല, നീ അവരെ കുറ്റപ്പെടുത്താൻ നോക്കേണ്ട എന്നവൻ കർക്കശമായി പറഞ്ഞു. സുഫിയാന്റെ ഈ മാറ്റം അസ്മയെ തളർത്തിക്കളഞ്ഞു. തന്നെ സ്നേഹിച്ചിരുന്ന സുഫിയാൻ ഉമ്മയുടെ വാക്കിനു മുന്നിൽ തന്നെ അവിശ്വസിക്കുന്നത് കണ്ട് അവൾ നിശബ്ദയായി. രാത്രി മുഴുവൻ അവൾ കരഞ്ഞു. തന്റെ ജീവിതം ഒരു വലിയ പരീക്ഷണത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷമാണത്. ദിവസങ്ങൾ ആഴ്ചകളായും മാസങ്ങളായും കടന്നുപോയി. അസ്മയുടെ ജീവിതം ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെട്ടു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവൾ ഒരു വലിയ തറവാട്ടിലെ മരുമകളാണ്. എന്നാൽ ഉള്ളിൽ അവൾ അനുഭവിക്കുന്നത് നരകയാതനയാണ്. സുഫിയാന്റെ സ്വഭാവം പാടെ മാറിപ്പോയിരുന്നു. സെറീന ബീഗവും മക്കളും ചേർന്ന് പടച്ചു കൊടുക്കുന്ന കള്ളക്കഥകൾ വിശ്വസിച്ച് സുഫിയാൻ അസ്മയോട് സംസാരിക്കുന്നത് പോലും നിർത്തി. ജോലി കഴിഞ്ഞു വന്നാൽ അവൻ തന്റെ ഉമ്മയുടെ മുറിയിലാണ് സമയം ചെലവഴിച്ചിരുന്നത്. അസ്മ വിളമ്പുന്ന ഭക്ഷണം പോലും അവൻ പലപ്പോഴും നിരസിച്ചു. നീ ഇവിടെ ഒരു ശകുനിയായിട്ടാണ് വന്നത് എന്ന് റുബീന ഇടയ്ക്കിടെ അവളെ പരിഹസിച്ചു. ഒരു ദിവസം രാവിലെ കഠിനമായ തലകറക്കം അനുഭവപ്പെട്ട അസ്മ അടുക്കളയിൽ കുഴഞ്ഞു വീണു. സെറീന ബീഗം അടുത്തു നിന്നിട്ടും അവളെ ഒന്ന് തൊടാൻ പോലും കൂട്ടാക്കിയില്ല. പകരം അഭിനയിച്ച് പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കേണ്ട എന്ന് പറഞ്ഞ് അവളോട് എഴുന്നേൽക്കാൻ ആക്രോശിച്ചു. എന്നാൽ അസ്മയുടെ നില മോശമാകുന്നത് കണ്ട് അയൽവാസി ഖദീജ താത്തയാണ് അവളെ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വെച്ച് ഡോക്ടർ ആ സന്തോഷ വാർത്ത അറിയിച്ചു. അസ്മ ഗർഭിണിയാണ്. ആ വാർത്ത കേട്ടപ്പോൾ അസ്മയുടെ കണ്ണുകളിൽ മാസങ്ങൾക്ക് ശേഷം ഒരു തിളക്കം വന്നു. തന്റെ വയറ്റിൽ വളരുന്ന ജീവൻ തന്റെ എല്ലാ സങ്കടങ്ങളും മാറ്റുമെന്ന് അവൾ വിശ്വസിച്ചു. ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ അസ്മ വളരെ പ്രതീക്ഷയോടെയാണ് സുഫിയാനോട് ഈ വിവരം പറഞ്ഞത്. സുഫിയാന്റെ മുഖത്ത് ആദ്യമായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അസ്മ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാനൊരു വാപ്പയാകാൻ പോവുകയാണോ? അവന്റെ വാക്കുകൾ അസ്മക്ക് വലിയ ആശ്വാസം നൽകി. എന്നാൽ ഈ സന്തോഷം സെറീന ബീഗത്തെയും മക്കളെയും വല്ലാതെ അസ്വസ്ഥരാക്കി. അവർ ആ മുറിക്ക് പുറത്തുനിന്ന് ഈ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞുകൂടി വന്നാൽ നമുക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. സുഫിയാൻ പൂർണ്ണമായും അവളുടെ വശത്താകും. റബീന തന്റെ ഉമ്മയുടെ ചെവിയിൽ ഓതിക്കൊടുത്തു. സെറീന ബീഗത്തിന്റെ മനസ്സിൽ ക്രൂരമായ ഒരു പദ്ധതി അപ്പോഴേക്കും രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണമെന്നായിരുന്നു അവരുടെ ലക്ഷ്യം. സുഫിയാൻ ഉള്ളപ്പോൾ അവർ അസ്മയോട് വലിയ സ്നേഹം അഭിനയിച്ചു. മോളെ, നീ ഇനി അധികം പണിയൊന്നും എടുക്കേണ്ട, വിശ്രമിച്ചോ എന്ന് സുഫിയാന്റെ മുന്നിൽ വെച്ച് അവർ പറയും. എന്നാൽ അവൻ ജോലിക്ക് പോയാൽ കഥ മാറും. ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെ അവളെ കൊണ്ട് ഭാരമേറിയ ജോലികൾ ചെയ്യിപ്പിച്ചു. ബക്കറ്റിൽ വെള്ളം കോരിപ്പിക്കുകയും വീട് മുഴുവൻ കുനിഞ്ഞു നിന്ന് തുടപ്പിക്കുകയും ചെയ്തു. ഭക്ഷണം ചോദിക്കുമ്പോൾ കുഞ്ഞിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അധികം തിന്നണ്ട, നീ തടിച്ചു പോകും എന്ന് പറഞ്ഞ് അവർ അവളെ പരിഹസിച്ചു. ഒരു രാത്രി സുഫിയാൻ ഉറങ്ങിയ സമയം സെറീന ബീഗവും മക്കളും രഹസ്യമായി സംസാരിക്കുന്നത് അസ്മ കേൾക്കാൻ ഇടയായി. നമുക്ക് അവളെ അധികകാലം ഇവിടെ വാഴിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ നമുക്ക് സുഫിയാന്റെ സമ്പാദ്യത്തിൽ ഒരു അവകാശവും കിട്ടില്ല. സെറീന ബീഗം പറയുന്നത് കേട്ട് അസ്മ നെട്ടിപ്പോയി. താൻ അത്രയും കാലം ബഹുമാനിച്ചിരുന്ന ഉമ്മ തന്റെ കുഞ്ഞിനെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഭയന്നു വിറച്ചു. അവൾ മുറിയിലേക്ക് ഓടിപ്പോയി മുസല്ല വിരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. യാ അല്ലാ, എന്റെ കുഞ്ഞിനെ നീ കാക്കണേ. എനിക്ക് ഈ ലോകത്ത് നീ അല്ലാതെ മറ്റാരുമില്ല. അവളുടെ കണ്ണുനീർ മുസല്ലയെ നനച്ചു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിരുന്നു ആ നിശബ്ദത. അസ്മയുടെ ഗർഭകാലം 5-ാം മാസത്തിലേക്ക് കടന്നു.
അവൾ ശാരീരികമായി വല്ലാതെ തളർന്നിരുന്നു. ഈ സമയത്താണ് സുഫിയാന്റെ കമ്പനിയിൽ നിന്ന് അവനെ ഒരു മാസത്തെ പരിശീലനത്തിനായി മറ്റൊരു നഗരത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ഈ വാർത്ത അസ്മയെ വല്ലാതെ ഭയപ്പെടുത്തി. സുഫിയാൻ കൂടെയുള്ളപ്പോൾ ലഭിക്കുന്ന ചെറിയൊരു സുരക്ഷിതത്വം പോലും തനിക്ക് നഷ്ടപ്പെടുമെന്ന് അവൾക്കറിയാം. ഇക്ക, എന്നെയും കൂടി കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുമോ എന്നവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. എന്നാൽ നീ എന്തിനാണ് പേടിക്കുന്നത്? ഉമ്മയും പെങ്ങന്മാരും ഇവിടെ ഇല്ലേ? അവർ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും എന്ന് പറഞ്ഞ സുഫിയാൻ അവൾ പറഞ്ഞത് തള്ളിക്കളഞ്ഞു. സുഫിയാൻ യാത്ര തിരിച്ച അന്നു തന്നെ ആ വീട്ടിലെ അന്തരീക്ഷം മാറി. സെറീന ബീഗവും മക്കളും അസ്മയോടുള്ള എല്ലാ അഭിനയവും അവസാനിപ്പിച്ചു. അവൾക്ക് ഭക്ഷണം നൽകുന്നത് അവർ പാടെ നിർത്തി. പണിയെടുക്കാത്തവർക്ക് ഇവിടെ ആഹാരമില്ല എന്നതാണ് അവരുടെ ന്യായം. വിശപ്പും തളർച്ചയും കൊണ്ട് അസ്മ പലപ്പോഴും ബോധരഹിതയായി. ഫോണിൽ സുഫിയാൻ വിളിക്കുമ്പോൾ സെറീന ബീഗം ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി അസ്മ ഉറങ്ങുകയാണെന്നോ അല്ലെങ്കിൽ അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്നോ പറഞ്ഞ് കള്ളം പറയും. ഒരു വൈകുന്നേരം മഴ പെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ടെറസിൽ കിടക്കുന്ന അലക്കിയ തുണികൾ എടുത്തു മാറ്റാൻ സെറീന ബീഗം അസ്മയോട് ആക്രോശിച്ചു. 5 മാസം ഗർഭിണിയായ അസ്മക്ക് കോണിപ്പടികൾ കയറുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഉമ്മ, എനിക്ക് വയ്യ, ശ്വാസം മുട്ടുന്നു എന്നവൾ പറഞ്ഞെങ്കിലും റുബീന അവളെ തള്ളി പുറത്താക്കി. അസ്മ പതുക്കെ പടികൾ കയറി ടെറസിലെത്തി. തുണികൾ ബക്കറ്റിലാക്കി തിരികെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവൾ കണ്ടു റുബീനയും നസ്രിനും കോണിപ്പടിയുടെ മുകളിൽ നിൽക്കുന്നു. അവരുടെ കണ്ണുകളിൽ കണ്ട ആ ദേഷ്യം അസ്മയെ നടുക്കി. ഇന്ന് നിന്റെ ഈ അഹങ്കാരം ഞങ്ങൾ തീർത്തു തരാം എന്ന് റുബീന ദേഷ്യത്തോടെ പറഞ്ഞു. അസ്മ പിന്നിലേക്ക് മാറാൻ ശ്രമിച്ചെങ്കിലും റുബീന അവളുടെ തോളിൽ പിടിച്ച് ശക്തിയായി താഴേക്ക് തള്ളി. അല്ലാ എന്നൊരു നിലവിളിയോടെ അസ്മ കോണിപ്പടികളിലൂടെ ഉരുണ്ട് താഴേക്ക് വീണു. ഓരോ പടിയിൽ ഇടിക്കുമ്പോഴും അവളുടെ വയറ്റിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു. താഴെ ചെന്ന് വീണ അസ്മ രക്തത്തിൽ കുളിച്ചു കിടന്നു. സെറീന ബീഗം ഇത് കണ്ട് ഒരു ഭാവമാറ്റവും ഇല്ലാതെ അവിടെ നിന്നു. അസ്മ വേദന കൊണ്ട് പുളയുകയായിരുന്നു. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്നവൾ അപേക്ഷിച്ചു. എന്നാൽ അവർ ആരും അവളെ സഹായിക്കാൻ വന്നില്ല. കുറെ സമയത്തിനു ശേഷം ബോധം മറിയുന്നതിന് മുമ്പ് അവൾ കണ്ടത് സെറീന ബീഗം ഫോൺ എടുത്ത് സുഫിയാനെ വിളിക്കുന്നതാണ്. മോനെ സുഫിയാൻ, ഓടിവാടാ. അസ്മ മനഃപൂർവ്വം കോണിപ്പടിയിൽ നിന്ന് ചാടി. അവൾക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് അവൾ എപ്പോഴും പറയും. ഇപ്പോൾ അവൾ അത് ചെയ്ത് കാണിച്ചു. ഉമ്മയുടെ ആ കള്ളം കേട്ട് അസ്മയുടെ ലോകം നിശ്ചലമായി. വേദനയേക്കാൾ വലിയൊരു മുറിവാണ് ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയത്. ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾ മനസ്സിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു. അയൽക്കാർ ആരെങ്കിലും വരുമെന്നോ തന്നെ ആശുപത്രിയിൽ എത്തിക്കുമെന്നോ അവൾ പ്രത്യാശിച്ചു. എന്നാൽ ക്രൂരതയുടെ ആ ഇരുട്ടിൽ അവൾ ഒറ്റക്കാണ്. ആ നിമിഷം അവളുടെ ജീവിതം എന്നേക്കുമായി മാറി മറിയാൻ പോവുകയാണ്. രക്തത്തിൽ കുളിച്ചു കിടന്ന അസ്മയെ അയൽവാസികളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സെറീന ബീഗം ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും സുഫിയാൻ നഗരത്തിൽ നിന്നും പാനെത്തിയിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിൽ നിറയെ അസ്മയോടുള്ള സ്നേഹമായിരുന്നില്ല, മറിച്ച് ഉമ്മ തന്റെ ചെവിയിൽ ഓതിക്കൊടുത്ത കടുത്ത പകയാണ്. ആശുപത്രിയുടെ ഇടനാഴിയിൽ വെച്ച് സെറീന ബീഗം പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഫിയാനെ കെട്ടിപ്പിടിച്ചു. മോനെ, ഞാൻ കണ്ടതാ. അവൾ മനഃപൂർവ്വം ഓടി വന്ന് താഴേക്ക് ചാടുന്നത്. ഈ കുഞ്ഞ് ജനിച്ചാൽ അവളുടെ സ്വാതന്ത്ര്യം പോകുമെന്ന് അവൾ എപ്പോഴും പറയും. അവസാനം അവൾ അത് ചെയ്തു എന്നവർ വിതുമ്പി. ഡോക്ടർ പുറത്തേക്ക് വന്ന് ആ വാർത്ത സ്ഥിരീകരിച്ചു. അസ്മിയുടെ കുഞ്ഞ് മരിച്ചിരിക്കുന്നു. കഠിനമായ ആഘാതം കാരണം കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സുഫിയാൻ ഭ്രാന്തനെ പോലെ അസ്മ കിടക്കുന്ന മുറിയിലേക്ക് ഇടിച്ചു കയറി. ബോധം തിരികെ കിട്ടിയ അസ്മ തന്റെ വയറ്റിൽ കൈവച്ച് കരയുകയാണ്. സുഫിയാനെ കണ്ടതും അവൾ അവന്റെ കൈകളിൽ പിടിച്ചു. സുഫിയാൻ, അവരെന്നെ തള്ളിയതാ. റുബീനയും നസ്രിനും കൂടി എന്നെ. അവൾക്ക് വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നിർത്തടി നിന്റെ കള്ളം. സുഫിയാൻ അവളുടെ കൈ തട്ടി മാറ്റി ആക്രോശിച്ചു. എന്റെ ഉമ്മയും പെങ്ങന്മാരും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ എന്റെ കുഞ്ഞിനെ കൊന്നു. നിനക്ക് നിന്റെ സുഖം മാത്രമായിരുന്നു വലുത്. നിന്നെ പോലൊരു ക്രൂരയായ സ്ത്രീയെ ഞാൻ വിശ്വസിച്ചല്ലോ. അസ്മിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൾ സത്യം പറയാൻ ശ്രമിച്ചു. പക്ഷേ സുഫിയാന്റെ കണ്ണുകളിൽ അവൾ കണ്ടത് വെറുപ്പ് മാത്രമാണ്. സെറീന ബീഗവും മക്കളും മുറിക്കുള്ളിൽ വന്ന് അസ്മിയെ ശപിക്കാൻ തുടങ്ങി. ഇനിയൊരു നിമിഷം പോലും ഇവളെന്റെ വീട്ടിൽ ഉണ്ടാവരുത്. അവളെ പുറത്താക്കു സുഫിയാൻ, സെറീന ബീഗം ആജ്ഞാപിച്ചു. സുഫിയാൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് അതിൽ ചിലത് എഴുതി. അവൻ അസ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നമ്മുടെ ബന്ധം ഇവിടെ തീരുന്നു അസ്മ. ഒരു കൊലപാതകിയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഇതാ നിനക്കുള്ള ശിക്ഷ. അവൻ 3 തവണ തലാഖ് ചൊല്ലി ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. തന്റെ ലോകം തകർന്നു വീഴുന്നത് അസ്മ നിസ്സായായി നോക്കി നിന്നു. ആശുപത്രിയിൽ അസ്മ തീർത്തും ഒറ്റപ്പെട്ടു. സുഫിയാനും കുടുംബവും അവൾക്ക് നൽകാനുള്ള ബില്ലുകൾ പോലും അടക്കാതെ അവിടെ നിന്ന് പോയി. 2 ദിവസം അവൾ ആ കട്ടിലിൽ നിശബ്ദയായി കിടന്നു. അവൾ ഒന്നും കഴിച്ചില്ല, ആരോടും സംസാരിച്ചില്ല. ഒടുവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചതനുസരിച്ച് അവളുടെ വാപ്പ അബ്ദുള്ള അവിടെ ഓടിയെത്തി. തന്റെ മകളുടെ അവസ്ഥ കണ്ട് ആ പിതാവ് അലറിക്കരഞ്ഞു. അസ്മ വാപ്പയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വാപ്പ,
എന്റെ കുഞ്ഞ്, അവർ എന്റെ കുഞ്ഞിനെ കൊന്നു വാപ്പാ. അബ്ദുള്ള തന്റെ മകളെ താങ്ങി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. മോളെ, നീ വിഷമിക്കണ്ട, നിന്റെ വാപ്പ ജീവനോടെയുണ്ട്, അവർക്ക് അല്ലാഹു ശിക്ഷ നൽകും എന്ന് അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു. നടക്കാൻ പോലും ശേഷിയില്ലാത്ത അസ്മ ആ ആശുപത്രിയിൽ നിന്നും പടിയിറങ്ങി. തന്റെ സ്വപ്നങ്ങളും സ്നേഹവും കുഞ്ഞും നഷ്ടപ്പെട്ട അവൾക്ക് മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യം മാത്രമാണ് അവശേഷിച്ചത്. എങ്കിലും തന്റെ തകർന്ന ഹൃദയവുമായി അവൾ അല്ലാഹുവിൽ അഭയം തേടി. നീതിയുടെ വാതിലുകൾ ഒരിക്കൽ തനിക്കായി തുറക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. തന്റെ വാപ്പയുടെ തണലിലേക്ക് അസ്മ തിരിച്ചെത്തിയെങ്കിലും അവളുടെ മനസ്സപ്പോഴും ആ ക്രൂരമായ ഓർമ്മകളിൽ തടവിലാണ്. മാസങ്ങളോളം അവൾ ആരുമായി സംസാരിക്കാതെ വീടിന്റെ മൂലയിൽ ഒതുങ്ങിക്കൂടി. ഉറക്കത്തിൽ അവൾ ഞെട്ടിയെഴുന്നേൽക്കും. അവളുടെ ഉമ്മ ഫാത്തിമയും വാപ്പ അബ്ദുള്ളയും തങ്ങളുടെ ഏക മകൾ അനുഭവിക്കുന്ന വേദന കണ്ട് അല്ലാഹുവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എന്റെ മോൾ എന്ത് ചെയ്തു പടച്ചവനെ, അവളെ ഈ സങ്കടങ്ങളിൽ നിന്ന് നീ തന്നെ രക്ഷിക്കണേ. അബ്ദുള്ള ഓരോ നിസ്കാരത്തിന് ശേഷവും തേങ്ങി. സമയത്തിന് എല്ലാ മുറിവുകളും ഉണക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത് പോലെ പതുക്കെ അസ്മ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നു. തന്നെ ചതിച്ചവരോടും ഉപേക്ഷിച്ചവരോടും പ്രതികാരം ചെയ്യാനല്ല, മറിച്ച് താൻ നിരപരാധിയാണെന്ന് സ്വയം തെളിയിക്കാനാണ് അവൾ തീരുമാനിച്ചത്. അവൾ വീണ്ടും പഠിക്കാനും ചെറിയ ജോലികൾ ചെയ്യാനും തുടങ്ങി. ഈ സമയത്താണ് അബ്ദുള്ളയുടെ അടുത്ത സുഹൃത്തായ മുഹമ്മദ് തന്റെ മകൻ ഷെഫിന് വേണ്ടി അസ്മയുടെ ആലോചനയുമായി വരുന്നത്. ഷെഫിൻ ലണ്ടനിൽ ഒരു വലിയ സോഫ്റ്റ്വെയർ കമ്പനിയിൽ എഞ്ചിനീയർ ആണ്. ഒരു നല്ല യുവാവ്. അസ്മയുടെ ഭൂതകാലത്തെക്കുറിച്ചും അവൾ നേരിട്ട ദുരന്തങ്ങളെക്കുറിച്ചും ഷെഫിനെല്ലാം അറിയാമായിരുന്നു. അസ്മ, നിന്റെ കഴിഞ്ഞ കാലം എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് വേണ്ടത് നിന്റെ കൂടെയുള്ള ഭാവി മാത്രമാണ് എന്ന് ഷെഫിൻ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞത് അസ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസം നൽകി. സുഫിയാന്റെ വീട്ടിൽ താൻ അനുഭവിച്ച ഇരുട്ടിന് അല്ലാഹു നൽകിയ പകരമാണ് ഷെഫിൻ എന്നവൾ തിരിച്ചറിഞ്ഞു. അവരുടെ നിക്കാഹ് വളരെ ലളിതമായി നടന്നു. വിവാഹത്തിന് ശേഷം 2 മാസം കഴിഞ്ഞ് ഷെഫിൻ അസ്മയെ ലണ്ടനിലേക്ക് കൊണ്ടുപോയി. ഒരു പുതിയ രാജ്യം, പുതിയ സംസ്കാരം, സ്നേഹമുള്ള ഒരു ഭർത്താവ്. അസ്മയുടെ ജീവിതം അടിമുടി മാറി. ഷെഫിൻ അവളെ ഒരു രാജ്ഞിയെ പോലെയാണ് പരിഗണിച്ചത്. അവൾക്ക് വേണ്ടതെല്ലാം അദ്ദേഹം ചോദിക്കാതെ തന്നെ നൽകി. ലണ്ടനിലെ തണുപ്പുള്ള വൈകുന്നേരങ്ങളിൽ പാർക്കിലൂടെ നടക്കുമ്പോൾ അസ്മ തന്റെ പഴയ ജീവിതത്തെ ഒരു ദുസ്വപ്നം പോലെ ഓർത്തു. വർഷങ്ങൾ കടന്നുപോയി. അല്ലാഹു ആ ദമ്പതികളെ ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. തന്റെ ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന ആ കുഞ്ഞിന്റെ പുഞ്ചിരിയിൽ അസ്മ മറന്നു. അവളിപ്പോൾ സന്തോഷവതിയാണ്, ആരോഗ്യവതിയാണ്. എല്ലാത്തിലുപരി അവൾ സ്വതന്ത്രയാണ്. ലണ്ടനിലെ അവരുടെ മനോഹരമായ വീട്ടിലിരുന്ന് അവൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അല്ലാഹുവിന്റെ തന്ത്രങ്ങൾ എത്ര മഹത്തരമാണെന്ന് അവൾക്ക് ബോധ്യമായി. തന്നെ പുറത്താക്കിയവർ ഇപ്പോൾ എവിടെയായിരിക്കും എന്നവൾ ഒരിക്കലും അന്വേഷിച്ചില്ല. പകരം തനിക്ക് ലഭിച്ച ഈ വലിയ സൗഭാഗ്യത്തിന് അവൾ ഓരോ നിമിഷവും നന്ദി പറഞ്ഞു. എന്നാൽ കാലം അവൾക്കായി മറ്റൊരു കൂടിക്കാഴ്ച കൂടി മാറ്റിവെച്ചിരുന്നു. താൻ ഒരിക്കലും മടങ്ങാൻ ആഗ്രഹിക്കാത്ത തന്റെ പഴയ ഗ്രാമത്തിലേക്ക് ഒരു ചെറിയ സന്ദർശനത്തിനായി പോകാൻ ഷെഫിൻ തീരുമാനിച്ചു. ആ യാത്ര അസ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്ന ഒന്നായിരുന്നു. നീതിയുടെയും ശിക്ഷയുടെയും പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുകയാണ്. 2 വർഷത്തെ ലണ്ടൻ ജീവിതത്തിന് ശേഷമാണ് അസ്മയും ഷെഫിനും തങ്ങളുടെ കുഞ്ഞു മകനോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. അസ്മ ഇപ്പോൾ പഴയ ആ തളർന്ന പെൺകുട്ടിയല്ല, ആത്മവിശ്വാസമുള്ള പ്രസന്നവതിയായ ഒരു സ്ത്രീയാണ്. ഷെഫിൻ വാങ്ങിയ വില കൂടിയ ഒരു വലിയ കാറിലാണ് അവർ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചിരുന്നത്. അസ്മയുടെ വേഷവിധാനത്തിലും പെരുമാറ്റത്തിലും വന്ന മാറ്റം കണ്ട് ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു. അവൾ തന്റെ മാതാപിതാക്കളെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർക്ക് നൽകാൻ ഒരുപാട് സമ്മാനങ്ങളും സന്തോഷ വാർത്തകളും അവളുടെ പക്കലുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം തന്റെ മകനെ ഗ്രാമത്തിന്റെ ഭംഗി കാണിച്ചു കൊടുക്കാനായി അസ്മ തനിയെ കാർ ഓടിച്ചു പുറത്തിറങ്ങി. പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. തന്നെ പുറത്താക്കിയ ആ വലിയ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോൾ അവളുടെ ഹൃദയം ഒന്ന് വിങ്ങി. പെട്ടെന്ന് കാറിന് മുന്നിലേക്ക് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു വൃദ്ധ കൈ കാണിച്ചു. അസ്മ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. കാറ് നിർത്തി ഗ്ലാസ് താഴ്ത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവളെ നടുക്കിക്കളഞ്ഞു. അഴുക്കുപുരണ്ട സാരിയെടുത്ത് മുടി നരച്ച് കവിളുകൾ ഒട്ടിപ്പോയ ആ സ്ത്രീ മറ്റാരുമല്ല, സെറീന ബീഗം. അസ്മയെ ഒരിക്കൽ ഈ വീടിന്റെ പടികളിൽ നിന്ന് തള്ളിയിടാൻ കൂട്ടുനിന്ന അഹങ്കാരം കൊണ്ട് തല ഉയർത്തി നടന്ന അതേ സെറീന ബീഗം. അവർക്ക് അസ്മയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മോളെ, എന്തെങ്കിലും തന്ന് സഹായിക്കണേ, വീട്ടിൽ എന്റെ മകൻ തളർന്നു കടക്കുകയാണ്, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ല. അവർ കൈനീട്ടി വിതുമ്പി. അസ്മയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. പകയല്ല, മറിച്ച് സഹതാപമാണ് അവൾക്ക് തോന്നിയത്. ഉമ്മ, നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞില്ലേ? ഞാൻ അസ്മയാണ്. അവൾ കാറിൽ നിന്നിറങ്ങി അവരെ നോക്കി പറഞ്ഞു. അസ്മ എന്ന് പേര് കേട്ടതും സെറീന ബീഗം നെട്ടിപ്പോയി. അവർ ആ വലിയ കാറിലേക്കും അസ്മയുടെ ആഭരണങ്ങളിലേക്കും അവളുടെ കയ്യിലിരുന്ന ആരോഗ്യവാനായ കുഞ്ഞിലേക്കും മാറി മാറി നോക്കി. ഭയവും ലജ്ജയും കാരണം അവർക്ക് വാക്കുകൾ പുറത്തു വന്നില്ല.
അവർ വിറക്കുന്ന കൈകളോടെ മുഖം മറക്കാൻ ശ്രമിച്ചു. ഉമ്മ, നിങ്ങൾക്ക് എന്തു പറ്റി? സുഫിയാൻ എവിടെ? ഈ വീടിന് എന്തു പറ്റി? അസ്മ ചോദിച്ചു. ആ പഴയ തറവാട് വീട് ഇപ്പോൾ ആകെ തകർന്ന് വീഴാറായ അവസ്ഥയിലാണ്. സെറീന ബീഗം പൊട്ടിക്കരഞ്ഞു. മോളെ, അന്ന് നിന്നെ ഞാൻ ആശുപത്രിയിൽ തനിച്ചാക്കി പോയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അവർ നിലത്തിരുന്ന് കരഞ്ഞു. സുഫിയാന് എന്തു പറ്റിയെന്നറിയാൻ അസ്മക്ക് വല്ലാതെ ആകാംക്ഷ തോന്നി. സെറീന ബീഗം വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നീ പോയതിനു ശേഷം സുഫിയാൻ മറ്റൊരു വിവാഹം കഴിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ അവന് വലിയൊരു അപകടം സംഭവിച്ചു. അവന്റെ 2 കാലുകളും തളർന്നുപോയി. ചികിത്സക്കായി ഞങ്ങളുടെ സമ്പാദ്യമെല്ലാം തീർന്നു. വീടും സ്ഥലവും പണയത്തിലാണ്. നിന്നെ ഈ പടികളിൽ നിന്ന് തള്ളി താഴെയിട്ട എന്റെ മക്കൾക്കിന്ന് സ്വന്തം ഭർത്താക്കന്മാരുടെ വീട്ടിൽ സ്ഥാനമില്ല. അവർക്കും ദാരിദ്ര്യമാണ് വിധി. അസ്മ ആകെ സ്തംഭിച്ചു പോയി. അള്ളാഹുവിന്റെ നീതി എത്ര കൃത്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷമാണ് അത്. താൻ അനുഭവിച്ച ഓരോ തുള്ളി കണ്ണുനീരിനും കാലം പകരം ചോദിച്ചിരിക്കുന്നു. എനിക്ക് സുഫിയാനെ ഒന്ന് കാണണം, അസ്മ പറഞ്ഞു. സെറീന ബീഗം വിറക്കുന്ന കാലുകളോടെ അവളെ ആ പഴയ വീടിനുള്ളിലേക്ക് നയിച്ചു. അവിടെ അസ്മയെ കാത്തിരുന്നത് അവളുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ഒരു ദയനീയ കാഴ്ചയാണ്. സെറീന ബീഗത്തിന്റെ പിന്നാലെ അസ്മ ആ പഴയ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഒരു കാലത്ത് ഐശ്വര്യം നിറഞ്ഞു നിന്നിരുന്ന ആ വലിയ വീട് ഇന്ന് ശ്മശാനം പോലെ നിശബ്ദമാണ്. ചുവരുകളിലെ ചായം അടർന്നു പോയിരിക്കുന്നു. എല്ലായിടത്തും ദാരിദ്ര്യത്തിന്റെ മണം. ഉള്ളിലെ ഇരുണ്ട മുറിയിൽ ഒരു പഴയ വീൽ ചെയറിൽ ഒരാൾ തളർന്നിരിക്കുന്നത് അസ്മ കണ്ടു. മെലിഞ്ഞുണങ്ങിയ ശരീരം, താടി വളർന്ന് ആകെ കോലം കെട്ട രൂപം. അതായിരുന്നു സുഫിയാൻ. അസ്മയെ കണ്ടതും അവൻ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. അസ്മ, നീയാണോ ഇത്? സുഫിയാന്റെ ശബ്ദം ഇടറി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അസ്മ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. ഒരു കാലത്ത് തന്നെ അധിക്ഷേപിക്കുകയും തന്റെ കുഞ്ഞിന്റെ മരണത്തിന് തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്ത അതേ മനുഷ്യൻ ഇന്ന് അവളുടെ മുന്നിൽ നിസ്സഹായനായി ഇരിക്കുന്നു. അസ്മ, എന്നോട് ക്ഷമിക്കണം. അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാണിത്, സുഫിയാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ തന്റെ കഥ വിവരിക്കാൻ തുടങ്ങി. അസ്മയെ പുറത്താക്കിയ ശേഷം ഉമ്മയുടെ ആഗ്രഹപ്രകാരം അവൻ വിവാഹം കഴിച്ച ഷാസിയ. അവൻ അപകടത്തിൽപ്പെട്ട് കിടപ്പിലായതോടെ അവനെ ഉപേക്ഷിച്ചു പോയി. ചികിത്സക്കായി ലക്ഷങ്ങൾ ചിലവാക്കിയെങ്കിലും സുഫിയാന്റെ കാലുകൾക്ക് ജീവൻ തിരികെ കിട്ടിയില്ല. ജോലിയും പണവും പോയതോടെ ഉമ്മയും സഹോദരിമാരും തെരുവിലായി. റുബീനയെയും നസ്രിനെയും അവരുടെ ഭർത്താക്കന്മാർ തല്ലി പുറത്താക്കി. ഇന്ന് ആ കുടുംബം മുഴുവൻ ജീവിക്കുന്നത് സെറീന ബീഗം അയൽ വീട്ടുകളിൽ നിന്ന് എരന്നുകൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ടാണ്. നീ പറഞ്ഞതായിരുന്നു സത്യമെന്ന് ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത് അസ്മ, സുഫിയാൻ വിതുമ്പി. എന്റെ പെങ്ങന്മാരാണ് നിന്നെ തള്ളിയതെന്ന് അയൽവാസികൾ പറയുന്നത് ഞാൻ പിന്നീട് കേട്ടു. പക്ഷെ അപ്പോഴേക്കും എല്ലാം വൈകിപ്പോയി. എന്റെ കുഞ്ഞിനെ കൊന്നത് നീയാണെന്ന് പറഞ്ഞ ഞാൻ ഇന്ന് അതേ കുഞ്ഞിന്റെ ഓർമ്മയിൽ നീറിക്കഴിയുന്നു. നീ എനിക്ക് മാപ്പ് തരില്ലേ? സുഫിയാൻ കൈകൂപ്പി അപേക്ഷിച്ചു. അസ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞുമകൻ ഉമ്മ എന്ന് വിളിച്ച് അവളെ കെട്ടിപ്പിടിച്ചു. ആ വിളി കേട്ടപ്പോൾ സുഫിയാന്റെ ഹൃദയം തകർന്നു. ആ സ്ഥാനത്ത് ഇന്ന് തന്റെ കുഞ്ഞ് ഉണ്ടാവേണ്ടതായിരുന്നു എന്ന സത്യം അവനെ വേട്ടയാടി. അസ്മയുടെ ഇപ്പോഴത്തെ അന്തസ്സും ഐശ്വര്യവും കണ്ടപ്പോൾ താൻ അത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് സെറീന ബീഗത്തിന് ബോധ്യമായി. അവർ മുറിയിലൊരു മൂലയിൽ ഇരുന്ന് മുഖം പൊത്തി കരയുകയായിരുന്നു. അസ്മ സുഫിയാന്റെ അടുത്തേക്ക് നടന്നു. സുഫിയാൻ, ഞാൻ നിങ്ങളോട് പണ്ടേ ക്ഷമിച്ചതാണ്. എന്റെ അള്ളാഹു എനിക്ക് ഇതിലും നല്ലൊരു ജീവിതം തന്നു. പക്ഷേ ഒന്നു മാത്രം ഓർക്കുക, സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ഒരു വാക്കുപോലും കേൾക്കാതെ പുറത്താക്കിയപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോയി. ഇന്ന് ഈ അവസ്ഥയിൽ നിങ്ങൾ എത്തിയത് നിങ്ങളെ സ്നേഹിച്ചവരെ ചതിച്ചതുകൊണ്ടാണ്. അസ്മയുടെ വാക്കുകൾ സുഫിയാന്റെ ഹൃദയത്തിൽ തറച്ചു. അസ്മ തന്റെ ബാഗിൽ നിന്നും കുറച്ച് പണമെടുത്ത് ആ മേശപ്പുറത്ത് വെച്ചു. ഇത് നിങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ വെച്ചോളൂ. ഇനി ആരോടും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. സുഫിയാൻ അവളെ വിളിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവന് അതിനുള്ള അർഹതയില്ലെന്ന് അവനറിയാം. അസ്മ പടിയിറങ്ങുമ്പോൾ ആ വീടിന്റെ മുറ്റത്ത് വീണു കിടക്കുന്ന ഉണങ്ങിയ ഇലകൾ പോലെയായിരുന്നു സുഫിയാന്റെ ജീവിതം. തന്റെ നീതി നടപ്പാക്കാൻ അള്ളാഹുവിന് അധിക സമയം വേണ്ടി വന്നില്ലെന്ന് അവൾക്കൊരിക്കൽ കൂടി ബോധ്യമായി. സുഫിയാന്റെ ദയനീയ അവസ്ഥ കണ്ട് അസ്മ പകച്ചു നിൽക്കുമ്പോഴാണ് പുറത്തു നിന്നും റുബീനയും നസ്രിനും അവിടേക്ക് കടന്നു വന്നത്. ഒരു കാലത്ത് വില കൂടിയ വസ്ത്രങ്ങളും സ്വർണ്ണ ആഭരണങ്ങളും അണിഞ്ഞ് അസ്മയെ പുച്ഛിച്ച് നടന്നിരുന്ന ആ സഹോദരിമാരുടെ ഇന്നത്തെ രൂപം തിരിച്ചറിയാൻ പോലും പ്രയാസമാണ്. അവരുടെ കൈകളിൽ മുഷിഞ്ഞ പാത്രങ്ങളും ഭിക്ഷയായി കിട്ടിയ കുറച്ച് ഭക്ഷണ സാധനങ്ങളുമുണ്ട്. മുറിയിൽ അപരിചിതയായ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ട് അവർ ആദ്യം അത്ഭുതപ്പെട്ടു. എന്നാൽ അടുത്തേക്ക് ചെന്ന് അസ്മയുടെ മുഖം കണ്ടതും അവരുടെ കയ്യിലിരുന്ന പാത്രങ്ങൾ താഴെ വീണു. അസ്മ, റുബീനയുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. അവൾ ഭയത്തോടെ പിന്നിലേക്ക് മാറി. അസ്മയുടെ
ആഡംബരപൂർണമായ വേഷവും അവളുടെ മുഖത്തെ ആ പ്രകാശവും കണ്ടപ്പോൾ തങ്ങൾ ചെയ്ത ക്രൂരതകൾ ഓരോന്നായി അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അസ്മ ഒന്നും മിണ്ടാതെ അവരെ നോക്കി. ആ നോട്ടത്തിൽ പകയുണ്ടായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു ഗൗരവമായിരുന്നു. പെട്ടെന്ന് സെറീന ബീഗം നിലവിളിച്ചുകൊണ്ട് അസ്മയുടെ കാൽക്കൽ വീണു. മോളെ അസ്മ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നെ ഈ പടികളിൽ നിന്ന് തള്ളിയിടുമ്പോൾ ആ കുഞ്ഞു മരിക്കുമെന്ന് ഞങ്ങൾ കരുതിയതേയല്ല. പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷ ഞങ്ങളെ ഇങ്ങനെ തകർക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിന്റെ കുഞ്ഞില്ലാതെയായ ആ പടികളിൽ ഇരുന്നാണ് ഇന്ന് ഞങ്ങൾ ഭിക്ഷ യാചിക്കുന്നത്. ഞങ്ങളെ ശപിക്കരുതേ മോളെ. അവർ പൊട്ടിക്കരഞ്ഞു. റുബീനയും നസ്രിനും തല കുനിച്ചു നിന്നു. അസ്മ, നിന്നെ ഒഴിവാക്കിയാൽ സുഫിയാന്റെ സ്വത്തും പണവും ഞങ്ങൾക്ക് മാത്രമാകുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ നീ പോയതോടെ ഈ വീട്ടിലെ ഐശ്വര്യം പോയി. സുഫിയാന്റെ അപകടത്തിന് ശേഷം അവന്റെ രണ്ടാം ഭാര്യ എല്ലാ സ്വർണവും പണവുമായി കടന്നു കളഞ്ഞു. ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ ഈ തളർന്നു കിടക്കുന്ന സഹോദരനെ നോക്കാൻ ഞങ്ങളല്ലാതെ മറ്റാരുമില്ല, റുബീന വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അസ്മ ആ വീടിന്റെ 4 വശത്തേക്കും നോക്കി. ഒരു കാലത്ത് താൻ രാപ്പകൽ പണിയെടുത്ത് ആ അടുക്കള ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്നു. തന്നെ പട്ടിണിക്കിട്ടവർ ഇന്ന് വിശപ്പിന്റെ വില അറിയുന്നു. ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വന്നതല്ല, അസ്മ ശാന്തമായി പറഞ്ഞു. എന്റെ കണ്ണുനീർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും എന്റെ റബ്ബെല്ലാം കാണുന്നുണ്ടായിരുന്നു. എനിക്ക് തന്നതിനേക്കാൾ വലിയ വേദന ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമില്ല, മറിച്ച് സങ്കടമാണ് തോന്നുന്നത്. സുഫിയാൻ വീൽ ചെയറിൽ ഇരുന്ന് തേങ്ങുകയാണ്. അവൻ അസ്മയുടെ മകനെ നോക്കി. ആ കുഞ്ഞിന്റെ മുഖത്ത് കണ്ടത് സുഫിയാൻ എപ്പോഴോ സ്വപ്നം കണ്ടിരുന്ന സ്വന്തം മകന്റെ സാദൃശ്യമായിരുന്നു. താൻ നഷ്ടപ്പെടുത്തിയത് ഒരു കുടുംബത്തെ മാത്രമല്ല, തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തെ കൂടിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. നീ ഞങ്ങളെ ശിക്ഷിക്കണം അസ്മ, അല്ലാതെ ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കരുത്. നിന്റെ ഔദാര്യം ഞങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നു. സുഫിയാൻ കൈകൂപ്പി അപേക്ഷിച്ചു. അസ്മ തന്റെ ബാഗിൽ നിന്നും കുറച്ച് പണം എടുത്ത് സെറീന ബീഗത്തിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് മരുന്നിനും ഭക്ഷണത്തിനുമായി വെച്ചോളൂ. നിങ്ങൾ എന്നോട് ചെയ്തത് ഞാൻ എന്നേ മറന്നു. പക്ഷേ അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇനിയുള്ള കാലമെങ്കിലും മറ്റൊരാളെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിക്കൂ. അത്രയും പറഞ്ഞ് അസ്മ അവിടെ നിന്നും ഇറങ്ങി. തന്റെ പിന്നിൽ ആ കുടുംബത്തിന്റെ വിലാപം അപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. അഹങ്കാരത്തിന്റെ ഗോപുരങ്ങൾ തകർന്നു വീഴുമ്പോൾ എത്ര ഭീകരമായിരിക്കും എന്നതിന്റെ വലിയൊരു പാഠം ആ ഗ്രാമം അന്ന് കണ്ടു.